കേരളത്തിലെ ക്രൈസ്തവരുടെ സ്വരമായി മാറിയിരിക്കുന്ന ക്രൈസ്തവരുടെ നിലനിൽപ്പിന് വേണ്ടി നിർഭയം നിരന്തരം സ്വയം ഉയർത്തുന്ന കാസയുടെ ക്രിസ്ത്യൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷന്റെ അമരക്കാരൻ ശ്രീ കെവിൻ പീറ്ററിനെ ഏറെ ബഹുമാനത്തോടെ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവ കാഹള സമ്മേളനം ആ വേദിയെ ധന്യമാക്കിയ വിവിധ സഭാ മേലധ്യക്ഷന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യാസരെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാർ, ഇതൊരു മാറ്റമാണ്. ഫാദർ സിറിലിന്റെ നേതൃത്വത്തിൽ ഈ തിരുനാളിന്റെ ഭാഗമായി ഒരു ക്രൈസ്തവ കാഹള സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. പാലാപിതാവ് പറഞ്ഞു, വിവിധങ്ങളായ കളറുകളിലെ എപ്പിസ്കോപ്പൽ സഭയുടെ മേലധ്യക്ഷന്മാർ വിവിധ കളറുകളിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് അവർക്ക് നാളെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഒറ്റക്കെട്ടായി സഭ റീത്ത് വ്യത്യാസമില്ലാതെ കേരളത്തിൽ നാം നേരിടുന്ന വിഷയങ്ങളിൽ തീരുമാനമെടുത്താൽ തീരാവുന്നതേയുള്ളൂ ക്രൈസ്തവന്റെ പ്രശ്നം. അതിന് സാധിക്കട്ടെ. കാരണം മാറ്റം സ്വാഭാവികമാണ്. ആ മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ല എങ്കിൽ ആ മാറ്റം പൂർണ്ണമായും നമ്മെ തുടച്ചു മാറ്റും. അതുകൊണ്ട് നാം മാറണം. അതിന് ഇതൊരു തുടക്കമാകട്ടെ. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ ഈസ്റ്റർ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു ഇസ്ലാമിക ഭീകരവാദി ചാവേറായി വന്ന് പൊട്ടിത്തെറിച്ചു. 269 നിരപരാധികളാണ് അന്ന് അവിടെ പൊട്ടിച്ചിതറിയത്. അതിലേറെ പേർ ഇന്നും അംഗവൈകല്യത്തോടെയും മുറിവുകളോടെയും ജീവച്ഛവമായി അവിടെ ജീവിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പള്ളിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ, ആ പള്ളികളുടെ എല്ലാം സോഷ്യൽ മീഡിയ പേജുകൾ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു കൗതുകത്തോടെ അതിന്റെ പുറകിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ നോക്കി. മുമ്പ് ആ പള്ളിയിൽ നടന്നുകൊണ്ടിരുന്ന ചടങ്ങുകളുടെ വീഡിയോകളും പോസ്റ്റുകളും എല്ലാം ഞാൻ നോക്കിയപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം വലിയൊരു മാറ്റം അവിടെ ഉണ്ടായി. കൂടുതലായി ആ ഒരു ദുരന്തത്തിന് ശേഷം കൂടുതലായി പള്ളിയിലെ ചടങ്ങുകളിൽ യുവതി യുവാക്കൾ, പ്രായമായവർ, രാഷ്ട്രീയക്കാർ, ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ജനപ്രതിനിധികൾ, ഇവരെല്ലാവരും കൂടുതൽ പങ്കെടുക്കുവാൻ തുടങ്ങി. അവിടെ പ്രധാനമായും 3 മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, വിശ്വാസികൾ കൂടുതലായി പള്ളിയോടും സഭയോടും അടുക്കുവാൻ തുടങ്ങി. വിശ്വാസത്തോടും തങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്, ആത്യന്തികമായി തങ്ങളെ സംരക്ഷിക്കുന്നത് തന്റെ സമുദായമാണ്. ആ സമുദായ ബോധമാണ്, ആ വിശ്വാസമാണ്, ക്രിസ്തുവിലുള്ള അടിയുറച്ച ആ ഒരു വിശ്വാസമാണെന്ന ബോധ്യമാണ് അവരെ അതിലേക്ക് അടുപ്പിച്ചത്. ആ ദുരന്തത്തിന് മുമ്പ് പലരും സെക്യുലർ ആയിരുന്നു, മതേതരന്മാരായിരുന്നു, സ്വന്തം കാര്യം നോക്കുന്നവരായിരുന്നു. പക്ഷെ അതിനുശേഷം അവർക്ക് മാറ്റമുണ്ടായി. ആ മാറ്റം അവിടുത്തെ ജനപ്രതിനിധികൾക്കുണ്ടായി, ക്രിസ്ത്യൻ നാമധാരികൾക്കായിട്ടുള്ള ജനപ്രതിനിധികൾക്കുമുണ്ടായി. ഇലക്ഷൻ അടുക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. അരമനകൾ സന്ദർശിക്കും, കുർബാനകളിൽ പങ്കുകൊള്ളും, നേരത്തെ ഇറങ്ങി പുറത്തു നിൽക്കും. ഇറങ്ങി വരുന്ന വിശ്വാസികളെല്ലാം കൈകൂപ്പി കാണിക്കും, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. ഇവർ ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ഇവർ തികഞ്ഞ മതേതരന്മാരാണ്. പിന്നെ ഇവർക്ക് വിശ്വാസമില്ല, സഭയില്ല, ക്രിസ്ത്യാനികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത്തരക്കാരെ ശ്രീലങ്കയിലെ ആൾക്കാർ ഒതുക്കി നിർത്തി, ഒഴിച്ചു മാറ്റി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ജനപ്രതിനിധികളുടെ ശബ്ദത്തിൽ മാറ്റം വന്നു. താനായിരിക്കുന്ന പാർട്ടിയിൽ തനിക്ക് വില കിട്ടണമെന്നുണ്ടെങ്കിൽ സമുദായത്തിന്റെ പിൻബലം വേണമെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ തുടങ്ങി. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെയും അത്തരക്കാരുണ്ട്. തന്റെ കൺമുൻപിൽ തന്റെ മൂക്കിന് താഴെ നടക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കില്ല. കേരളത്തിന് പുറത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കും. രാജ്യത്തിന് പുറത്ത് സെലക്റ്റീവായി
നൈജീരിയയിലെ വിവിധ പള്ളികളിൽ കൊല്ലപ്പെട്ടത് 24-ാം തീയതി രാത്രി നാം എല്ലാവരും ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 200-ലധികം ക്രിസ്ത്യാനികളാണ്. ആരും പ്രതിഷേധിച്ചില്ല. അവരുടെ നിറം കറുപ്പാണ്. അവരൊരു വോട്ട് ബാങ്കിന്റെ ആളുകളല്ല, സംഘടിത വോട്ട് ബാങ്കിന്റെ ആളുകളല്ല. അതുകൊണ്ട് അവരവിടെ പ്രതിഷേധിച്ചില്ല. അതേസമയം 30,000-ത്തിലേറെ മലയാളികൾ ജോലി ചെയ്യുന്ന ഇസ്രായേലിൽ ആ 30,000-ത്തിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. അവർ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന പണം അവരുടെ കുടുംബങ്ങളിലെത്തുന്നു. അവിടുന്ന് ഇവർ പിരിവായി മേടിക്കുന്നു. ആ കുടുംബാംഗങ്ങളുടെ വോട്ട് കൊണ്ട് ഇവർ അധികാരത്തിലെത്തുന്നു. എന്നിട്ട് ഹമാസിനെ പോരാളികളെയാക്കി. ഹമാസിന് വേണ്ടി ഇവർ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തി. സ്വന്തം കൺമുന്നിൽ നടക്കുന്നതിനെ പ്രതികരിക്കില്ല. കണ്ടമാനിലെ കത്തിയ ബൈബിൾ ഉയർത്തി കാണിക്കും. പക്ഷേ കാസർഗോഡ് മുസ്തഫ ഡീസൽ ഒഴിച്ച് കത്തിച്ച്, വിശുദ്ധ ഗ്രന്ഥം ഡീസൽ ഒഴിച്ച് കത്തിച്ച് അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ആരൊക്കെ പ്രതികരിച്ചു ഇവിടെ? ഇപ്പോഴും എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ഉയർത്തി കാണിച്ചു. വേദനയോടെ ഞാനും അത് കണ്ടു. കത്തിയ ബൈബിൾ, ഇതേ ബൈബിൾ ഇവിടെ കത്തിച്ചല്ലോ മുസ്തഫ കാസർഗോഡ്. നിങ്ങൾ പ്രതികരിച്ചു. ഇതേ മുസ്തഫ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മുന്നിലുണ്ടായിരുന്ന പുൽക്കൂട്ടിൽ നിന്ന് യേശുവിനെയും ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഔസേപിതാവിനെയും എടുത്ത് തോട്ടിലിറങ്ങുന്നു. നിങ്ങൾ പ്രതികരിച്ചു. നിങ്ങൾ പ്രതികരിച്ചില്ല. അപ്പൊ നമ്മളുടെ കൺമുന്നിൽ നടക്കുന്ന വിഷയങ്ങളിലാണ് നാം ആദ്യം പ്രതികരിക്കേണ്ടത്. നമ്മുടെ നിലനിൽപ്പാണ് നമ്മളിലെ പ്രധാനപ്പെട്ട മുഖ്യമായ കാര്യം. നമ്മുടെ കാഴ്ചവട്ടിലെ മണ്ണ് ഒഴുകി പോകുന്നത് അറിയാതെ നാം ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ നിലനിൽപ്പ് ആദ്യം നോക്കിക്കൊണ്ട് നമ്മൾക്ക് മുന്നേറാനായാൽ, ബുദ്ധിപൂർവം കാര്യങ്ങൾ തീരുമാനിക്കാനായാൽ നമ്മൾക്ക് വീണ്ടും നമ്മുടെ ആ പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. അതിന് നാം ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഇതിന്റെ കാര്യം പറഞ്ഞു. ഒരു പ്രമേയം ഇവിടെ പാസാക്കിയത് കണ്ടു, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. ഞാനും ആത്മാർത്ഥതയോടെ കൈയടിച്ചു. ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാൽ ഞാനും പ്രവർത്തിക്കും. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷ പൂർണ്ണമായിട്ടില്ല. അത് സർക്കാർ ഫലവത്തായി അതിലെ ആ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നീതിപൂർവമായി നടപ്പിലാക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അത് കേവലം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ആ കമ്മീഷന് ഒരു അനക്കം വയ്ക്കും. മെയ്യിൽ ഇവിടെ ലോക്സഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊരു അനക്കം വെക്കും. പിന്നീട് അത് തണുത്തുറയും. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും അതിലൊരു അനക്കം വയ്ക്കും. വീണ്ടും അത് തണുത്തുറയും. കാരണം അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇപ്പോൾ ജസ്റ്റിൻ പള്ളിവാതിക്കലിന്റെ നേതൃത്വത്തിലാണ് 80 ഈസ്റ്റ് അനുവാദത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഫൈറ്റ് ചെയ്തത്. ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. ക്രിസ്ത്യാനികൾക്ക് അർഹമായത് കൊടുക്കണം, അനർഹമായതിന് അർഹമായത് കൊടുക്കണം. ആ കോടതി വിധി നടപ്പിലാക്കണോ വേണ്ടയോ, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനായി ഇവിടെ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ ആരൊക്കെ ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇവിടെ ശബ്ദിച്ചു? ആരാണ് ശബ്ദിച്ചത്? PJ ജോസഫിന്റെ കേരള കോൺഗ്രസും BJPയും മാത്രമല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനും, ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ ഒരു രാഷ്ട്രീയക്കാരനും ക്രിസ്ത്യാനിക്ക് വേണ്ടി ശബ്ദിച്ചില്ല. എന്നിട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലേക്ക് അതിന് അപ്പീൽ പോയിരിക്കുക. അതിലുണ്ടായ ക്രിസ്ത്യാനിയുടെ രോഷം, അസംതൃപ്തി, അതിനെ ശമിപ്പിക്കുവാനായിട്ട്, അതിനെ ഒന്ന് തണുപ്പിക്കുവാനായിട്ട്, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുവാനായിട്ടാണ് ഒരു ജസ്റ്റിസ് JB കോശിയെ നിയമിച്ചത്. അദ്ദേഹത്തിന് 1 വർഷക്കാലത്തോളം ഓഫീസ് ഉപകരണങ്ങളും പോലും ഇല്ലായിരുന്നു. പിന്നീട് വിമർശനങ്ങൾ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് ഓഫീസ് കൊടുത്തത്. അപ്പോൾ ആ ഒരു കണ്ണിൽ പൊടിയിടാനായിട്ടാണ് ആ ഒരു കമ്മീഷൻ നിയമിച്ചത്. ആ കമ്മീഷൻ ഫലവത്താകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പല പിതാക്കന്മാരെ സൂചിപ്പിച്ചു, ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാൻ പോകുന്നതിന് ആശങ്കകൾ അവർ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് ആ നീക്കം? ആദ്യം അവർ ഞായറാഴ്ച പല പരീക്ഷകൾ വെച്ച് നോക്കി. നാം ആരും ചക്കിയായിട്ട് എതിർത്തില്ല. അവർ ചില ക്യാമ്പുകൾ വെച്ചു, നാം എതിർത്തില്ല. ടീച്ചർമാരുടെ ട്രെയിനിങ് വെച്ചു, നാം എതിർത്തില്ല. അതൊക്കെ ടെസ്റ്റ് ഡോസുകളായിരുന്നു. ഇപ്പോഴവർ ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കിയിട്ട്
വെള്ളിയാഴ്ച അവധിയാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇവിടെ അവർ കാണുന്നത് 80-20 വിഷയത്തിൽ നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായി കൊണ്ടുവന്ന സർവകക്ഷി യോഗത്തിലെ നിലപാട്, രാഷ്ട്രീയക്കാരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. അന്ന് ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ഇവിടെ എഴുന്നേറ്റ് പോയ പല രാഷ്ട്രീയക്കാരും അവിടെ നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. ആ നിശബ്ദതയാണ് അവർ മുതലെടുക്കുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ളവരെ നാം സഹായിക്കണം. നമുക്കൊപ്പം നിൽക്കാൻ കഴിയുന്നവരെ അവർക്കൊപ്പം നാമും നിൽക്കണം. നമ്മളെ അവഗണിക്കുന്നവരെ നാമും അവഗണിക്കണം. നമുക്കിട്ട് പണിയുന്നവരെ തക്കം കിട്ടിയാൽ നമ്മളും പണിയണം. അപ്പൊ നാം മാറണം. ഇതാണ് രാഷ്ട്രീയക്കാരോടുള്ള സമുദായത്തിന്റെ സമീപനമാണ് ശ്രീലങ്കയിൽ മാറി. മറ്റൊന്നുകൂടെ അവിടെ മാറ്റമുണ്ടായി. ഞാൻ ദീർഘിച്ചു പോകുന്നു. ഈ വൈകവേളയിൽ ഇതിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ ഒരു കാര്യം കൂടെ, ശ്രീലങ്കയിലുണ്ടായ ഒരു മാറ്റം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീലങ്കയിൽ മറ്റൊരു മാറ്റം കൂടെ ഉണ്ടായി. സഭയും വിശ്വാസികളും തമ്മിലുള്ള അകലം കുറഞ്ഞു. വിശ്വാസികൾ ഉണ്ടെങ്കിലേ പള്ളികൾ നിലനിൽക്കും, പള്ളികളും എല്ലാം ഉണ്ടെങ്കിലേ സഭയും നിലനിൽക്കും. ആ ഒരു ഗ്യാപ്പ് ഇല്ലാതായി, ഏറ്റക്കുറച്ചിൽ ഇല്ലാതായി. മതേതര പട്ടവും പൊതുസമൂഹത്തിന്റെ കൈയടിയും രാഷ്ട്രീയക്കാരന്റെ സൗഹൃദ ബന്ധങ്ങളും അല്ല വലുത്. തന്നിലേർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം, തന്റെ ആടുകളുടെ സംരക്ഷണമാണ് വലുതെന്ന് അവിടുത്തെ ശ്രീലങ്കയിലെ ഇടയന്മാർ മനസ്സിലാക്കി. അവർ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഗ്യാപ്പ് ഇല്ലാണ്ടായി. അതുപോലെ തന്നെ ഇവിടെ അമൽജ്യോതി കോളേജിൽ ഞാനൊരു അവിടെ ഒരു ജനകീയ സംരക്ഷണ സമിതി ഉണ്ടാക്കി. ഈ അമർജ്യോതി കോളേജിലെ പ്രശ്നത്തിന് ശേഷം അതിൽ ഞാനും അതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി പോയപ്പോഴത്തേക്ക് അവിടുന്ന് മനസ്സിലാക്കിയ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് പലരും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി. കാരണം അമൽജ്യോതി കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഈ ഇടവകയുടെ കീഴിൽ ഒരു കോളേജ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടായി, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ ഇടവകാരനായി ഞാൻ ഓടിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കോളേജിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. വേണ്ടേ? എന്റെ മകൾ അവിടെ പഠിക്കണം, അല്ലെങ്കിൽ എന്റെ മകന്റെ കൊച്ചവിടെ പഠിക്കണം, ഇല്ലെങ്കിൽ എന്റെ അനുജത്തിക്ക് അവിടെ ഒരു ജോലി ഉണ്ടാവും. ഞാൻ അഡ്മിഷന് വേണ്ടി ചെന്നപ്പോ പൈസ കുറവുള്ളത് കാരണം എന്നെ പറഞ്ഞു വിട്ടിട്ട് അന്യമാസത്തിന് സീറ്റ് കൊടുത്തു സഭയുടെ സ്ഥാപനത്തിൽ. എന്റെ അനുജത്തി TTC പാസ്സായിരിക്കുകയാണ്. ഒരു വേക്കൻസി വന്നപ്പോൾ മാനേജ്മെന്റ് കോട്ടായിൽ ഞാൻ ജോലിക്കായിട്ട് ചെന്നു. 10 ലക്ഷമാണ് ചോദിക്കുന്നത്. പണയം വെച്ചതും കടം മേടിച്ചതും എല്ലാം കൂടെ ചേർത്ത് 8 ലക്ഷം എടുത്ത് ഒത്തു. അതുമായിട്ട് ചെന്ന് സമ്മതിച്ചില്ല. അന്യമതസ്ഥർക്ക് ജോലി കൊടുത്തു 10 ലക്ഷം മേടിച്ചിട്ട്. പിന്നെ നാളെ അവിടെ പ്രശ്നം ഉണ്ടാവുമ്പോ എനിക്കെങ്ങനെ ഓടിച്ചെല്ലാൻ തോന്നും? അപ്പൊ ഈ മനോഭാവം മാറ്റണം. സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രം സഭ പോകരുത്. നാം ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് സൂചിപ്പിച്ചവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആരൊക്കെ ഏത് മതസ്ഥർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നതും ഇവിടെ വികസനം കൊണ്ടുവന്നതും ഇവിടെ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തതും ക്രൈസ്തവ മിഷണറിമാർ തന്നെയാണ്. ഒരു ബെഞ്ചിലിരുത്തി അവർണനെയും സവർണനെയും വിദ്യാഭ്യാസം കൊടുത്തത് നമ്മളാണ്, നമ്മുടെ പൂർവികരാണ്. സമ്പത്തിന്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാതിരിക്കാൻ, കുട്ടികളുടെ ഇടയിൽ അപകർഷതാബോധം ഉണ്ടായിരിക്കാൻ യൂണിഫോം കൊണ്ടുവന്നത് നമ്മുടെ വൈദികരാണ്. ഉച്ചക്കഞ്ഞി കൊണ്ടുവന്നത് നമ്മുടെ വൈദികരാണ്. പള്ളിയിലെ പൊൻകുരിശ് വിറ്റിട്ടായാലും പള്ളിക്കൂടം നടത്തണമെന്ന് പറഞ്ഞത് നമ്മുടെ വൈദികരാണ്. ആയ കാലത്ത്, വേണ്ട കാലത്ത് നാം അനവധി കാര്യങ്ങൾ ചെയ്തു. നാം നമ്മുടെ സംഭാവന കൂടെ ചെയ്തിട്ട് ഏതൊക്കെ രാഷ്ട്രീയക്കാർ വന്ന് വളച്ചൊടിച്ച് എന്തൊക്കെ ചരിത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും നാം ചെയ്തതെല്ലാം ചരിത്രം തന്നെയാണ്. അതിനെ നാം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മാത്രം. അപ്പൊ ഇനിയും നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കൊണ്ടൊരു പോകരുത്. പിള്ളേരില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണമെന്ന്, അടച്ചുപൂട്ടി വല്ല ധാരകേന്ദ്രമാക്കണമെന്ന്. അല്ലാതെ ടീച്ചർമാരുടെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള അവരുടെ സീറ്റ് സംരക്ഷിക്കാനായിട്ട് മറ്റു മതസ്ഥരെ സ്കൂളിലേക്ക് കൂടുതൽ അഡ്മിഷൻ കൊടുത്ത് അവർക്ക് PT നേതൃത്വവും കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർ പ്രശ്നമുണ്ടാക്കുമ്പോൾ വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി നമ്മുടേതായ കുട്ടികൾ, പാവപ്പെട്ടവരാകട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കണം. നമ്മുടെ കുട്ടികൾ വളർന്ന് പഠിച്ചു വലുതായി വന്നാൽ നേഴ്സുമാരായാലും ടീച്ചർമാരായാലും അവർക്ക് ജോലി നമ്മൾ കൊടുക്കുന്നതിന് മുൻഗണന കൊടുക്കണം.
അങ്ങനെ ഇതൊക്കെ കൊടുത്തു വന്നപ്പോൾ ശ്രീലങ്കയിൽ സഭയും വിശ്വാസികളും തമ്മിലുള്ള അകലം കുറഞ്ഞു. അപ്പൊ ഇതൊക്കെ ശ്രീലങ്കയിൽ ഒരു ദുരന്തത്തിന് ശേഷമാണ് ഉണ്ടായത്. ഇവിടെയും നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം ഒരു ദുരന്തത്തിന് ശേഷമായി മാറരുത്. ദുരന്തം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഡാമേജ് അല്ല ഞാൻ പറയുന്നത്, ബോംബ് ബ്ലാസ്റ്റ് ഒന്നും അല്ല. ദുരന്തം പല രീതിയിൽ വരാം, പെട്ടെന്ന് വരാം, വളരെ പതി സൈലന്റ് ആയിട്ട് വരാം. അപ്പോൾ അത്തരത്തിലൊരു ദുരന്തം വന്നതിന് ശേഷം മാത്രം നമ്മൾക്കിപ്പോൾ ഒരു വിലയുണ്ട്. ആ വില വെച്ചുകൊണ്ട് നാം ബാർഗൻ ചെയ്ത് ബാർഗനിങ് പവറായിട്ട് മാറിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ഒന്നിച്ച് ഇതിനെ നേടിയെടുക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ട്, അവരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഭരണ ബ്രിട്ടീഷുകാരുടെ ആ ഒരു പാത തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ പിന്തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അവസരം കൊടുക്കാതെ നാം ഒന്നിച്ചിരുന്നുകൊണ്ട് നമുക്ക് നേടാൻ കഴിയണം. പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച മഹനീയ വ്യക്തിത്വം, ആ ഗുരുതുല്യനായ വ്യക്തി മറ്റൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടു, ഗ്രഹാം സെയിൻസിന്റെ കാര്യം കൂടെ. അപ്പൊ ഞാനത് കേട്ടിരുന്നത് കൊണ്ട് ഒരു മറുപടി പറയുകയാണ്. ഗ്രഹാം സെയിൻസിന്റെ വധക്കേസിൽ ദാരാസിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാം പ്രതിയായിരുന്ന വ്യക്തി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് 2019 ജനുവരി 23-ാം തീയതിയാണ്. ജനുവരി 19-ാം തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്, 16 വർഷങ്ങൾക്ക് ശേഷം. അതായത് ദാരാസിംഗ് ഗ്രഹാം സെയിൻസിനെ കുടുംബത്തെ ചുട്ടരിച്ച് കൊന്നതിന് ശേഷം ഇവിടെ പല ഭരണകർത്താക്കളും ഭരിച്ചു. അത്രയും വർഷം ഭരണത്തിന്റെ തണലിൽ അയാൾ പിടിക്കപ്പെടാതെ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അമിത്ഷായുടെ പ്രത്യേക ഒരു നിർദ്ദേശപ്രകാരമാണ് രണ്ടാം പ്രതിയായിട്ടുള്ള വ്യക്തിയെ 2019-ൽ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇവിടെ നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ സത്യത്തിനൊപ്പം നിൽക്കണം, അല്ലാതെ രാഷ്ട്രീയത്തിന് ഒപ്പം മാത്രമല്ല, സത്യത്തിനൊപ്പം നിൽക്കണം. അത് കേട്ടത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. എന്തായാലും ഈ വൈകിയ വേളയിൽ ഇത്രയും ഞാൻ ദീർഘിച്ചു പോയി എന്ന് എനിക്കറിയാം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. നാം ഒന്നിച്ച് നിൽക്കുക. ഇതൊരു തുടക്കമായി മാറട്ടെ. ഇത് മറ്റു രൂപതകളിലേക്കും ഇതേ രീതിയിലുള്ള ആ ഒരു കൂട്ടായ്മ മാറട്ടെ. നാളെ നിങ്ങളുടെ തിരുനാളാണ്. എല്ലാവിധ തിരുനാളും നേരുന്നു. നന്ദി, നമസ്കാരം. സമകാലിക പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആശംസയർപ്പിച്ച് സംസാരിച്ച കെവിൻ സാറിന് നന്ദി.